JB പീറ്ററും നിർമ്മല പീറ്ററും എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളെ ഏറ്റവും സ്വാധീനിച്ച ഗാനങ്ങളായിരുന്നു. ICPF പോലുള്ള പ്രസ്ഥാനങ്ങളിൽ നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ദിവസങ്ങളുണ്ട്. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ശുശ്രൂഷകളുടെ ആരംഭം അല്ലെങ്കിൽ ഓർമ്മകൾ എവിടെ നിന്ന് തുടങ്ങണം? എനിക്ക് പറയാൻ ഇത് ദൈവത്തിൽ സംഭവിച്ചു എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് പ്ലേസ്, ഡിഫറെൻറ്റ് ലാംഗ്വേജ്, മലയാളം ആൻഡ് തമിഴ്. അങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഞാൻ അത്ര വലിയ പാട്ടുകാരിയൊന്നും അല്ലല്ലോ. ഐ എം നോട്ട് എ ബിഗ് സിംഗർ. അങ്ങനെ ഇരിക്കുമ്പം ദൈവം, എനിക്ക് പറയാൻ, ദൈവം ഞങ്ങളെ യോജിപ്പിച്ചു, ദൈവം ഞങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കിയെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞങ്ങളായിട്ട്, ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറൊരു ലൈനിൽ പോകണം, ജോലിയോടുകൂടി ചെയ്യണമെന്നൊക്കെ ഉദ്ദേശിച്ച സമയത്ത് ദൈവം ഞങ്ങളെ കൂട്ടി യോജിപ്പിച്ചു, ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കി. ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് ഉന്നതമായ രീതിയിൽ ദൈവം ഞങ്ങളെടുത്ത് ഉപയോഗിച്ചു. അനേകർക്ക് അനുഗ്രഹമായി തീരണം, ആശ്വാസമായി തീരുവാൻ, ദൈവനാമം മഹിമപ്പെടുവാനും അതിടയാക്കി തീർത്തു. അതേ എനിക്ക് പറയാനുള്ളൂ. അതെനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവില്ല. ക്രൈസ്തവ സംഗീത ലോകത്തെ ഏറ്റവും പ്രശസ്തരായ ദമ്പതികളാണ് JB പീറ്ററും നിർമ്മല പീറ്ററും. എന്നാലൊരു 3 പതിറ്റാണ്ട് മുമ്പ് നിങ്ങൾ ശുശ്രൂഷ ആരംഭിക്കുന്ന കാലത്ത് നമ്മളൊരു കൈയടിച്ച് പാട്ട് പാടുക അല്ലെങ്കിൽ തമ്പരടിച്ച് പാട്ട് പാടുന്ന അതിനപ്പുറം ചിന്തിക്കാൻ പെന്തക്കോസ്തുകാർക്ക് സാധിക്കാത്തൊരു കാലത്താണ് നിങ്ങൾ ട്രൂപ്പ് തുടങ്ങുകയും അല്ലെങ്കിൽ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് സംഗീത ശുശ്രൂഷ ചെയ്യുകയൊക്കെ ചെയ്തത്. ആ കാലത്തെക്കുറിച്ചൊരു വിശദീകരണം നൽകാൻ പറ്റുമോ? എങ്ങനെയാണ് ആ കാലത്തെ അതിജീവിച്ചത്? അതെ, ഞങ്ങളിങ്ങനെ ആദ്യമായിട്ട് തുടങ്ങി. എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ ഞങ്ങളെപ്പോഴും മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് പാടുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തു. പെന്തക്കോസ് ആ സമയം നമ്മുടെ പെന്തക്കോസ് സമൂഹത്തിൽ ഇങ്ങനെ ഒരു സ്റ്റൈലിൽ അല്ലെങ്കിൽ കൈയടിച്ച് പാടുക. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നപ്പം അത് എല്ലാവർക്കും ഒരു പുതുമയായിരുന്നു. എല്ലാവരും നല്ല സന്തോഷത്തോടെ തന്നെയാണ് അതിനെ സ്വീകരിച്ചത്. ഞങ്ങൾക്ക് നല്ല റെസ്പോൺസ് കിട്ടുമായിരുന്നു. അത് ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാരുടെ കയ്യിൽ വിമർശനങ്ങളും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് പ്രോത്സാഹനമായി കിട്ടിയിട്ടുള്ളത്. അനേകർ ഞങ്ങളെ ആ സമയത്ത് ചേർത്ത് പിടിച്ചു. ഞാൻ പറഞ്ഞതുപോലെ പാസ്റ്റർ KC ജോനും VA തമ്പിച്ചാനും MV ചാക്കോ സാറ്, ഇവർ 3 പേരുമാണ് ഞങ്ങളെ ശരിക്കും സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹനം തന്നത്. വിവാഹം കഴിഞ്ഞ് നേരെ VA തമ്പിച്ചാൻ്റെ ഒക്കെ അടുത്ത് ആയിരുന്നു തോന്നുന്നു കുറച്ച്. അതെ, വിവാഹം കഴിഞ്ഞ സമയത്ത് തമ്പിച്ചാൻ്റെ കൂടെ ആയിരുന്നു. തമ്പിച്ചാനും മറിയാമ്മേൻ്റെയുമാണ് ഒരു അപ്പൻ്റെ അമ്മേൻ്റെയും സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തി. കാരണം അച്ചായൻ അമ്മ മാത്രമേ ഉള്ളായിരുന്നല്ലോ. അതിനു മുമ്പ് ആ രോഗത്തിൻ്റെ ഇടയ്ക്ക് ദുരിതങ്ങളുടെ ഒരു ഇതായിരുന്നു. അപ്പൻ മരിച്ചുപോയി, ഒരേ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, അവളും മരിച്ചുപോയി. പിന്നെ അപ്പനും അമ്മയും മകളും തന്നെ ആയപ്പോൾ അങ്ങനെ ആ സമയത്താണ് കേരളത്തിലേക്ക് വരുന്നത്. അപ്പം തമ്പിച്ചാനും മറിയാമ്മേൻ്റെയുമാണ് ഒരു ഞങ്ങളുടെ പാരൻസിനെ പോലെ നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തി. അപ്പം ചങ്ങനാശ്ശേരിയിൽ കല്യാണം കഴിഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയത് ആ വീട്ടിലേക്കാണ്, സ്വന്തം വീട് മാതിരി. അപ്പം മറിയാമ്മേൻ്റെ എപ്പോഴും പറയുമേ, മറിയാമ്മേൻ്റെ ആദ്യത്തെ മരുമോൾ ഞാനാന്ന് പറയാം. കാരണം അവരാണല്ലോ ഇത് ആലോചിച്ചിട്ട് നടത്തുകയൊക്കെ ചെയ്തത്. അപ്പം അങ്ങനെ കുറേ നാൾ ഞങ്ങൾ തമ്പിച്ചാൻ്റെ വീട്ടിൽ നിന്ന് താമസിച്ചു. അത് കഴിഞ്ഞ് കുറച്ചു കാലം, ദീർഘകാലം നിങ്ങൾ തനിച്ചായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുന്ന് മാറി ഗോസ്പൽ ജൂനിയേഴ്സ് തനിച്ചിങ്ങനെ പോകണമെന്നുള്ള ഒരു ആഗ്രഹം ചാനുണ്ടായിരുന്നു. അത് തമ്പിച്ചാണ്ട് പറഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾ അവിടുന്ന് മാറി സന്തോഷത്തോടു കൂടി പ്രാർത്ഥിച്ച് ഞങ്ങളെ അയച്ചു. പിന്നെ ഞങ്ങൾ തനിച്ചായിരുന്നു. ആ സാഹചര്യങ്ങളിലൊക്കെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ, ഒത്തിരി അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിന് ശേഷം പിന്നെ സപ്പോർട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ ഇങ്ങനെ പോകുമ്പം പല പ്രാവശ്യം സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എന്തെങ്കിലും പഠിച്ച് ജോലി ചെയ്താൽ മതിയായിരുന്നു, ശുശ്രൂഷ വേണ്ടായിരുന്നു, അങ്ങനെ ഒരു തോന്നലോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ പഠിച്ചായിരുന്നല്ലോ. എനിക്ക് പഠിച്ചെങ്കിൽ ഞാൻ അത് ജോലി ചെയ്തുകൊണ്ട് പാർട്ട് ടൈമായിട്ട് സുശേഷ വേല ചെയ്യാമെന്നുള്ള ചിന്തയിൽ ആണെങ്കിൽ തന്നെ അങ്ങനെ ഞാൻ പഠിച്ചു. പക്ഷേ ഒരു പ്രാവശ്യം പോലും, ഒരു മാസം പോലും ജോലി ചെയ്യാനോ ഒരു സാലറി മേടിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം അങ്ങനെയായിരുന്നു. അതിന് അപ്പോഴത്തേക്കാണ് ഈ വിവാഹേന നടന്നത്. ഞങ്ങൾ ഫുൾ ടൈം മിനിസ്ട്രിയിൽ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാൻ തുടങ്ങിയത്. ഈ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടായ സമയത്ത് വിദേശത്തു നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സഹായങ്ങളൊക്കെ ആരെങ്കിലും ചെയ്യുമോ? അതെ, ഞങ്ങൾ തീരുമാനം എന്ന് വെച്ചാൽ കടം വാങ്ങി ഒന്നും ചെയ്തില്ല.
നമ്മൾ കയ്യിൽ എന്തുണ്ടോ അതിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകണം. ചില സമയത്ത് പൈസ എല്ലാം തീരും, ഒന്നും അടുത്ത സമയത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നമ്മളറിയാത്ത ആരെങ്കിലും അന്നൊക്കെ മണി ഓർഡർ വരുമല്ലോ, ഇപ്പം മണി ഓർഡർ ഒന്നുമില്ല. പെട്ടെന്ന് പോസ്റ്റ് വരും, ബെല്ലടിക്കും, നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു മണി ഓർഡർ അതിനകത്ത് അന്നത്തെ ഞങ്ങളുടെ ആവശ്യത്തിന് ഉള്ള പൈസ അതിനകത്തുണ്ടാവും. അങ്ങനെയാണ് അത് ഭയങ്കര എക്സ്പീരിയൻസാണ്. അതെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ കടമൊന്നും മേടിക്കത്തില്ല. പക്ഷേ ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് ട്രൂപ്പിന് വേണ്ടി ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും കണ്ടാൽ അത് ആ സമയത്ത് പൈസ ഇല്ലെന്നോ അത് അങ്ങനെ കടം വാങ്ങിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ആംപ്ലിഫയർ വിദേശത്ത് ഒരാൾ കൊണ്ടുവന്ന് ഒരാളുടെ കയ്യിൽ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് നല്ല പ്രയോജനപ്പെടുന്ന ഒരു ഉപകരണമാണല്ലോ എന്ന് വെച്ചാൽ പച്ചയമ്മ അത് പോയി മേടിച്ചു. അപ്പം അതിൻ്റെ പൈസ ഇങ്ങനെ ഗഡുക്കളായിട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കൊടുത്ത് വന്നു. അവസാനത്തെ ഒരു ഗഡു 1300 രൂപ കൊടുക്കണമായിരുന്നു. ആ ദിവസം വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിൽ ഒരു പൈസയില്ല. പറഞ്ഞ ദിവസം കൊടുക്കാൻ പറ്റാതെ ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുക. അതൊരു സാറ്റർഡേ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഉച്ചയായി, ഞങ്ങൾക്കൊന്നും കയ്യിലൊന്നുമില്ല. ഇങ്ങനെ അല്പം മനസ്സിനും ഭാരമുണ്ട്, പറഞ്ഞ വാക്ക് പാലിക്കാനൊക്കുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് 2 പേര് വന്ന് ഓട്ടോറിക്ഷയിൽ, അന്ന് ഞങ്ങൾ നെടുമ്പുറത്താണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് ഫോണില്ല, പക്ഷേ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫസ്റ്റ് കെസിയോൻ്റെ ഫോണിലേക്ക് മെസ്സേജ് ഇടും. അപ്പോൾ ആരും പറഞ്ഞു 2 പേര് ഇപ്പം അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ 2 പേര് വന്നു. അത് നമ്മുടെ ചാക്കോസാറിൻ്റെ മക്കളായിരുന്നു, ആദ്യത്തെ 2 മക്കൾ. അവർ വന്ന് കുറച്ച് സമയം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. അന്ന് നമ്മുടെ കയ്യിൽ കാസറ്റൊക്കെ ഉണ്ടാവുമല്ലോ, കാസറ്റ് ഒക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് പോകാൻ നേരത്ത് ഒരു കവറെടുത്ത് അച്ചാൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇത് അമേരിക്കയിലുള്ള അവരുടെ ഒരു ആൻറ്റി, അവർക്ക് പെട്ടെന്ന് സ്വപ്നത്തിലോ ദർശനത്തിലോ ദൈവം പറഞ്ഞു ഇങ്ങനെ കുറച്ച് ഇത്ര എമൗണ്ട് നിങ്ങൾ അയച്ചു JVP നിർമ്മല അവർക്ക് അയച്ചു കൊടുക്കുന്ന ദൈവം സംസാരിച്ചു. അങ്ങനെ അവർ നിങ്ങളുടെ അഡ്രസ്സ് അറിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ അത് ആ പൈസ ആയതുകൊണ്ട് ഒരു കവർ കൈ കൊടുത്തു. അവർ പോയി കഴിഞ്ഞ് ഞങ്ങൾ തുറന്നു നോക്കിയപ്പം ഞങ്ങൾ അന്ന് കൊടുക്കേണ്ട പൈസ 1300 രൂപയാണ്. ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ കറക്റ്റ് 1300 രൂപ. അത് ഇന്ത്യൻ റുപ്പി കറൻസിയിൽ. മനസ്സിലായ, സാധാരണ അമേരിക്കയിൽ നിന്നൊക്കെ ആരെങ്കിലും ചെക്കോ ഡ്രാഫ്റ്റോ ഒക്കെ അല്ലേ അയക്കുക. പക്ഷേ അന്ന് സാറ്റർഡേ ആണ്. അങ്ങനെ കിട്ടി ഞങ്ങൾക്ക് അന്ന് പറഞ്ഞ ദിവസം കൊടുക്കാനും പറ്റത്തില്ല, അത് മാറി വരാൻ ടൈം എടുക്കുമല്ലോ. കറക്റ്റ് ഇന്ത്യൻ റുപ്പീസിൽ 1300 രൂപ അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ആ പൈസ അതെ, ആ ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ അച്ചായനെ കൊടുത്തപ്പോൾ ചൂടേറിയ മരുയാത്രികൾ ദാഹത്താൽ എന്നാവ് വരുമ്പോൾ ആകാരൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ ആത്മദാഹത്തിൽ ആ പാട്ടാണ് ആ ഒരു സമയത്ത് ഞങ്ങളെ ധൈര്യപ്പെടുത്തിയ പാട്ടാണ്. അതാ ഞാൻ ജീവിതത്തിൽ അനുഭവമായി തീരുകയും ചെയ്തു. ആ ജീവിതത്തിൻ്റെ ആ മരുഭൂമിയുടെ അവസ്ഥകളിൽ പെട്ടെന്ന് ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചറിയാൻ ദൈവം സഹായിച്ചു. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ എന്നാവു വരളുമ്പോൾ ആകാരിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ എന്നാത്മദാഹം തീർത്തിടും. നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ഈ സംഭവത്തോടനുബന്ധിച്ചാണോ ഈ പാട്ട് എഴുതിയത്? ഈ സംഭവത്തിന് ശേഷമല്ല, ഈ സംഭവം നടക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് തന്നെ അച്ഛന് ദൈവം കൊടുത്തൊരു പാട്ട് അത്. നിങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് ഗോസ്പൽ ട്യൂണേഴ്സ് ഉണ്ട്. അപ്പൊ പിന്നെ അതിലങ്ങ് സജീവമായി. പിന്നെ ഗോസ്പൽ ട്യൂണേഴ്സായി. അപ്പൊ ICPF-ലുമായിട്ടുള്ള ബന്ധം? ICPF 80-ലൊക്കെ അല്ലേ തുടങ്ങിയത് തോന്നുന്നു. അത് തുടക്കം മുതൽ ഞങ്ങൾ ICPF-ലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഏഞ്ചലോസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അവർ വരുന്നിടം വരെ ആ ഗ്രൂപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ അതായത് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുമ്പോഴുള്ള എന്തെങ്കിലും സ്പെഷ്യൽ അനുഭവങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടോ? കുറേ അനുഭവങ്ങളുണ്ട്. ആദ്യമൊക്കെ നമുക്ക് സ്വന്തം വണ്ടിയൊന്നുമില്ല, ടാക്സിയൊക്കെ പിടിച്ചല്ലേ പോകുന്നത്. ടാക്സി പിടിച്ച് പോകും, പിന്നെ അവിടെ പിന്നെ ടാക്സി വിട്ട് അത്രയും ദിവസം അവിടെ താമസിച്ച് പിന്നെ തിരിച്ചു വരിക, അങ്ങനെയൊക്കെയായിരുന്നു. ഒന്നും സ്വന്തം വണ്ടിയൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ പല അനുഭവങ്ങളൊക്കെ ഉണ്ട്.
സന്തോഷകരമായ അനുഭവങ്ങൾ, മറക്കാനാവാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചില പ്രയാസഘട്ടങ്ങൾ ദൈവം അത്ഭുതമായി ഞങ്ങളെ സഹായിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അത് സ്വന്തം വണ്ടി വന്നേ പിന്നെ ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പം അങ്ങനെയൊക്കെയുള്ള സന്ദർഭം വരുമ്പം ഉടനെ ഓരോ പാട്ട് എഴുതാൻ ദൈവം കൃപ കൊടുക്കും. പീറ്റർച്ചൻ ഒരു ഗായകൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ഗാനരചയിതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഗാനം എഴുതുന്ന അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? കാരണം നിങ്ങൾ തമ്മിൽ സംസാരിക്കുവോ അല്ലെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുവോ ഒക്കെ ചെയ്തിട്ടായിരുന്നോ? അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല. പെട്ടെന്നൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകുമ്പം ആ പാട്ടം കൊണ്ട് എഴുതും. ആ ഇൻസ്പിറേഷൻ എഴുതിയ പാട്ടാണ് എപ്പോഴും നിലനിന്നിട്ടുള്ളത്. അല്ലാതെ ബുദ്ധി കൊണ്ട് എഴുതിയ പാട്ട് ഒത്തിരി ഇപ്പോഴും വെളിച്ചം കാണാതെ കിടപ്പുണ്ട്. പെട്ടെന്ന് ഇൻസ്പിറേഷൻ അങ്ങനെ എഴുതിയ പാട്ടാണ് തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരിഹിതം പോൽ. ആ സമയത്ത് ഞങ്ങൾ 78 ചങ്ങനാശ്ശേരി. അപ്പം തമ്പിശാലി കൂടെ ആരെന്ന് പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ട്. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആകണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ തമ്പിച്ചാനും അറിയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട് അയച്ചു. അപ്പം ഞങ്ങൾ ഈ 78 എന്ന് പറയുമ്പം ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുക. ഒരു സപ്പോർട്ടും എവിടെയില്ല. ചങ്ങനാശ്ശേരി തന്നെ ഉണ്ട് ഒരു വാടക വീട്ടിൽ. അപ്പം എൻ്റെ മൂത്ത മകന് 6 മാസം 7 മാസം പ്രായം. ഞങ്ങളെല്ലാവരും സിക്കായി. ഒരു വല്ലാത്തൊരു മഴക്കാലം. അപ്പോൾ സപ്പോർട്ടൊന്നുമില്ല. ഫിനാൻഷ്യൽ പ്രോബ്ലം അത് വേറെ. വാടക കൊടുക്കാത്തതുകൊണ്ട് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ വളരെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് പ്രാർത്ഥിക്കാനൊരു പ്രേരണയുണ്ടായി. ഓടിപ്പോയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു 11 മണി സമയത്ത് പകല്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, പെട്ടെന്ന് ഓടി വാന്ന് പറഞ്ഞു. ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പേപ്പറും പേനയും അപ്പം ഞാൻ പനിച്ച് വരച്ചിരിക്കുക. എങ്കിലും ഞാൻ പോയി. അപ്പം വന്ന പാട്ടാണ് തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. ആ പാട്ടിനൊന്നും പിന്നീട് ഒരു കറക്ഷൻ്റെ ആവശ്യം പോലും ഇല്ല. കറക്റ്റ് ട്യൂണ്, അതിൻ്റെ വേർഡ്സ് എല്ലാം മനസ്സിലായോ, എഡിറ്റ് ചെയ്ത പോലെ പിന്നീട് ഒരു കറക്ഷൻ്റെ ആവശ്യമില്ലാത്ത. അപ്പം പരിശുദ്ധാത്മാവിന്റെ ഇൻസ്പിറേഷനിൽ എഴുതിയ പാട്ടല്ല ഇന്നും ജനങ്ങളുടെ ഹൃദയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ, കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ഈ തിരുക്കരത്ത എന്നുള്ള പാട്ട് ഇതിനുശേഷം ആ കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ കരത്തിൽ ഒന്നുകൂടി ഏൽപ്പിച്ചു കൊടുത്തപ്പോഴുണ്ടല്ലോ, അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. കർത്താവ് ഞങ്ങളെ പണിത് ദൈവത്തിന് പിന്നെ മാനപാത്രമാക്കി ഉപയോഗിക്കുന്നത് പോലെ അങ്ങനത്തെ അനുഭവങ്ങൾ. അങ്ങനെ എണ്ണി സ്തുതിക്കാനുള്ള പാട്ടിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ശരിക്കും വളരെ നിസ്സാരമായ ഒരു കാര്യത്തിന് മുമ്പിൽ ജനങ്ങൾ വല്ലാതെ ഡിസ്കറേജായി. മനസ്സിലായോ? അങ്ങനെ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ഇങ്ങനെ ഇരിക്കും. കർത്താവ് പറഞ്ഞു, നീ എന്തിനാ ഇത്ര ചെറിയ കാര്യത്തിന് മുമ്പ് ഇത്ര മാത്രം ഡിസ്കറേജ് ആകുന്നു? നീ ഒന്ന് ഓർത്തു നോക്കിയാൽ നിന്റെ ജീവിതത്തിൻ്റെ ഭൂതകാലം എത്രയെത്ര നന്മകൾ ഞാൻ നിനക്ക് വേണ്ടി തന്നു. കാര്യം എന്നെ കല്യാണം കഴിച്ചവങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് വീടില്ല, ഒന്നുമേ ഇല്ല. ഒരു പെട്ടിയിൽ കുറച്ച് വസ്ത്രം, ഒരു ബൈബിൾ മാത്രം. അതിനു മുമ്പൊരു കാര്യമുണ്ട്. ഈ കല്യാണ ആലോചനയിലേക്ക് വന്നപ്പോൾ എൻ്റെ അപ്പച്ചൻ സംസാരിച്ചല്ലോ വേറെ ബോട്ട്സ് എന്തൊക്കെ ഉണ്ടെന്ന്. അന്നേരം ഒരു ബൈബിൾ എടുത്ത് കാണിച്ച്, ഇതാ എൻ്റെ സ്വത്ത്. മനസ്സിലായ? അതോടെ അപ്പച്ചൻ വാക്ക് കൊടുക്കുമായിരുന്നു. മനസ്സിലായ? കല്യാണത്തിന്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് ദൈവം ഞങ്ങളെ പിന്നെ എത്രമാത്രം അനുഗ്രഹിച്ചില്ലേ. അപ്പം അതൊക്കെ ഓർത്തപ്പം അതിനേക്കാളൊക്കെ ഉപരിയായി തനിക്ക് ബോൺ ക്യാൻസർ എന്ന രോഗം ഉണ്ടായിരുന്നില്ലേ, 15 to 19 years വരയ്ക്കും. ആ സമയത്ത് കുട്ടികൾ ഓടിക്കളിച്ച് പന്തൊക്കെ കളിച്ച് എൻജോയ് ചെയ്യേണ്ട സമയത്ത് ഈ വേദനപ്പെട്ട് പാടുപെട്ട് ഹോസ്പിറ്റൽ സർജറി ഇങ്ങനെയായിട്ട് കിടന്ന് 5 വർഷം കടന്നുപോയില്ലേ. അപ്പോൾ അതിനകത്തും ദൈവം അത്ഭുതമായി വിടിവെച്ചതാ. മരുന്നുകളെല്ലാം പിന്നെ ശരീരത്തിൽ പിടിക്കാതെ വന്നു. അങ്ങനെ മരുന്ന് വേണ്ട, ഇനി ഒന്നും വേണ്ട, കർത്താവ് സൗഖ്യമാക്കുകയാണെങ്കിൽ സൗഖ്യമാകട്ടെ എന്ന് വെച്ചിരിക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് സൂയിസൈഡ് ചെയ്യാൻ പോയി. റെയിൽവേ ട്രാക്കിൽ തലവെക്കാൻ പോയി. അവിടെ നിന്ന് ആ പോകുന്ന വഴിക്കാണ് ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ഒരു ദേവദാസനും കണ്ട് പിടിച്ചു നിർത്തി സംസാരിച്ച് അന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. അതുവരെ ലോകത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരുന്നില്ലേ, സിനിമ പാട്ടും പാടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബോൺ ക്യാൻസർ വരുന്നത്. അപ്പോൾ ഈ സൂയിസൈഡ് അറ്റംപ്റ്റിന് പോയിക്കൊണ്ടിരുന്ന വഴിയിൽ പിടിച്ചു നിർത്തി ബലമായി സംസാരിച്ചില്ലെങ്കിൽ അന്ന് ട്രെയിനിന് മുമ്പിൽ ചാടിയേനെ. അങ്ങനെയാണ് രക്ഷയുടെ അനുഭവം വന്നത്. അതൊരു May 21. അത് തൻ്റെ ബർത്ത്ഡേ പോലെ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു ആ രക്ഷിക്കപ്പെട്ട ദിവസം. മനസ്സിലായ? അല്ല, May 21 അല്ല, May 21 ബർത്ത്ഡേ ഓഗസ്റ്റ്. അതെ.
അതായിരുന്നു ആ ദിവസം എപ്പോഴും ഇങ്ങനെ ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അതാണ് ദൈവം ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം അല്ലേ ജീവിതത്തിൽ. അങ്ങനെ ഓർത്തെഴുതിയ പാട്ടാണ് എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത. പക്ഷെ ആ പാട്ടിൻ്റെ അകത്തെ ഉന്നം വെച്ച വൈകിൻ കണ്ണിന് മുമ്പിൽ പതറാതെ എന്നുള്ള അതിനകത്ത് വേറൊരു സാക്ഷ്യം കൂടെ. അത് ഞങ്ങൾക്കല്ല, അച്ഛൻ എഴുതിയ പാട്ട് ഒരു പക്ഷേ ചില സമയത്ത് ഞങ്ങൾക്ക് തന്നെ അനുഭവമായി വന്നിട്ടുണ്ട്, ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ന്യൂയോർക്കിൽ പോയി ഞങ്ങളൊരു മ്യൂസിക് കോൺസേർട്ട് നടത്തുമ്പം ഞങ്ങൾ ഈ പാട്ട് പാടി. അപ്പം ഈ പാട്ട് പാടുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ ഭയങ്കരമായിട്ട് കരയുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടില്ല എന്തിനായി കരയുന്നതെന്ന്. അതിനുശേഷം ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്തിനാ സണിച്ചാനാണ് കരഞ്ഞ? അപ്പോൾ പറയാം, അവർക്കൊരു ഫേർണിച്ചർ മാർട്ടുണ്ടായിരുന്നു ന്യൂയോർക്കിൽ. അപ്പോൾ ഒരു ദിവസം ഒരു ബ്ലാക്ക് മനുഷ്യൻ അവിടെ വന്നിട്ട് തോക്ക് ചൂണ്ടി വന്നിട്ട് പൈസയിലെടുക്കാൻ പറഞ്ഞ് തോക്ക് ചൂണ്ടി നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പം ഈ സണ്ണിച്ചാൻ്റെ ബ്രദർ അതേ സെയിം ഫ്ലോറിൽ അങ്ങേയറ്റത്തിൽ നിന്ന് നിസ്സഹായമായിട്ട് നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇദ്ദേഹം ഇങ്ങനെ ട്രിഗർ വലിച്ചു. അതേ സമയത്ത് ഒച്ചത്തിൽ സ്തോത്രം എന്ന് പറഞ്ഞു ഈ ബ്രദർ തൊട്ട അപ്പുറത്ത് നിന്നുണ്ട്. പക്ഷെ ആ ബുള്ളറ്റ് റോങ് വേയിൽ പോയി, മനസ്സിലായ? അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൊള്ളാതെ റോങ് വേയിൽ എവിടെയോ പോയി അത് തറച്ചു. അതാണ് ആ അദ്ദേഹത്തിന് അനുഭവമായി. ഉന്നം വെച്ച വൈൻ കണ്ണിന് മുമ്പിൽ പതറാതെ, അതാ അദ്ദേഹം ഓർത്ത് കരഞ്ഞത്. പിന്നീട് ഞാൻ കേട്ടത്, പിന്നെ പോലീസും കാര്യങ്ങളെല്ലാം വന്ന് നോക്കുമല്ലോ, ഇപ്പം ബുള്ളറ്റ് കാണുന്നതേ ഇല്ല, അദ്ദേഹത്തിൻ്റെ ദേഹത്ത് തട്ടിയിട്ടുമില്ല. പിന്നെ സെർച്ച് ചെയ്തപ്പോൾ അതൊരു ഭിത്തിയെ തറച്ചിരിക്കുന്നു, മനസ്സിലായ? അപ്പൊ ആ ഒരു വരി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവമായി തീർന്നു. അതുകൊണ്ട് അദ്ദേഹം അവിടെ ഒന്ന് കരഞ്ഞത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ് താങ്ങും കരങ്ങളുണ്ട്. എല്ലാം ഓരോ പാട്ടിന്റെ മുൻപിൽ ഓരോ എക്സ്പീരിയൻസുകളുണ്ട്. അതെ, ആ പാട്ട് ഞങ്ങളിങ്ങനെ എഴുതിയിരിക്കുന്ന സമയത്ത് ആ ആഴ്ചയിൽ എൻ്റെ അപ്പച്ചനെ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്നു നെടുമ്പറ വീട്ടിലാണ് അത് എഴുതുന്ന ആ പാട്ട്. അപ്പോൾ അപ്പച്ചന് ആദ്യം ചോദിക്കുക പുതിയ പാട്ടുണ്ടോയെന്നാണ് ചോദിക്കുക. അപ്പോൾ ആ പാട്ട് ഞങ്ങൾ ഒരുമിച്ച് പാടി, അപ്പച്ചനും പാടി. അപ്പച്ചൻ 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോയി. ഒരു 2 ആഴ്ച കഴിയുമ്പം എൻ്റെ അപ്പച്ചൻ പെട്ടെന്ന് ഒരു ആക്സിഡൻ്റായിട്ട് മരിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു വാക്കിങ്ങനെ പറയുന്നുണ്ട്, കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരം മേടുകളിൽ മരണത്തിൻ കൂരിലും താങ്ങും കരങ്ങളും. പക്ഷെ അതെന്തിനാ ആ ഒരു സ്റ്റാൻസ് എഴുതിയെന്ന് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഈ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് എൻ്റെ അപ്പച്ചൻ്റെ വേർപാട് വന്നപ്പോൾ ആ ഒരു സമയത്ത് ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിയൊരു പാട്ടാണ് അത്. അപ്പച്ചൻ്റെ മരണത്തെക്കുറിച്ച്? അതെ, അപ്പച്ചനെ ഒരു മംഗലാപുരത്ത് ഒരു കൺവെൻഷന് പോകാൻ വേണ്ടി വയലിനുമായിട്ട് പോകുന്ന വഴിക്ക് ഒരു വണ്ടി വന്നിടിച്ച് അങ്ങനെ മരിക്കുകയായിരുന്നു. കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാം മേടുകളും, കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാം മേടുകളും മരണത്തിൻ കൂരിരുളിൽ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. അതൊരനുഭവം. പിന്നെ ഞങ്ങൾ കുവൈറ്റിൽ പോയ സമയത്ത് ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു കാര്യം എനിക്ക് ഒരു 10 മിനിറ്റ് സമയം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഞങ്ങളെ കാണാൻ വന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, അതും ഈ ഗാനവുമായിട്ട് റിലേറ്റഡ് ആണ്. അദ്ദേഹം കുവൈറ്റിൽ മെയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുക. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രോബ്ലം വന്നു, സഹിക്കാൻ പറ്റാത്തൊരു പ്രോബ്ലം. അദ്ദേഹം ഇനി ജീവിക്കണ്ട എന്നുള്ള രീതിയിൽ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി രാത്രി സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുക, ജീവിതം അവസാനിപ്പിക്കുക, അതാണ് തീരുമാനം. അങ്ങനെ ഇരിക്കുമ്പം ഒരു സീരി ഇങ്ങനെ പൊടി പിടിച്ച് ആ റൂമിൽ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ആ സീരി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെട്ടു. ശരി, ഒന്ന് ഇട്ട് നോക്കി, വെറുതെ കേട്ട് നോക്കട്ടെ എന്താന്ന്. അത് ഇട്ടപ്പോഴത്തേന് ഈ പാട്ടാണ് വന്നത്, താങ്ങും കരങ്ങളുണ്ട്, മനസ്സിലായോ? അദ്ദേഹം പറയാ ആ പുള്ളി ആ തീരുമാനത്തിൽ നിന്നേ പിന്മാറി, സൂയിസൈഡിങ് അറ്റംപ്റ്റിൽ നിന്ന് പിന്മാറി. ഇന്നും അദ്ദേഹം കുവൈറ്റിലുണ്ട്, സുവിശേഷ വേല ചെയ്യുന്ന ജോലിയോട് അനുബന്ധിച്ച്. അതൊരനുഭവം. അങ്ങനെ ഇരിക്കുമ്പം അതിനുശേഷം എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ എൻ്റെ കൂടെ വണ്ടി പോകുമ്പോൾ പുറകെ നിന്ന് വീണ് തലയെല്ലാം പൊട്ടി
ഇന്റേണൽ ഇഞ്ചുറി ആയിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് വകയിലും ഡോക്ടർമാർ പറഞ്ഞ് ഇന്റേണലി ഹെഡ് ഇഞ്ചുറിയാണ്. അങ്ങനെ ഒബ്സർവേഷൻ ഇട്ടിരുന്നു. ആ സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് വിഷമിച്ചു. പ്രതീക്ഷയില്ല എന്നാ പറയുന്നത്. പക്ഷേ ദൈവം അവിടെ എന്നെ സൗഖ്യമാക്കി. ആ മരണത്തിൻ്റെ അവസ്ഥയിൽ കൂടെ ഞാനും കടന്നുപോയി. മുഖാമുഖമായി കണ്ടു. ദൈവം എന്നെ സൗഖ്യമാക്കി. അത് എനിക്കൊരു അനുഭവമായി തീർന്നു. അമ്മയുടെ വിശ്വാസവും അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന്റെ വല്യപ്പച്ചൻ്റെ ഒക്കെ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു എന്നല്ല. ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾ വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു കൽപ്പ് ദൈവം തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ അവർക്ക് എങ്ങനെ നമ്മൾ തരണം ചെയ്യാന്ന് വിചാരിക്കും. അതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് അതിനെ ഓവർകം ചെയ്യാൻ ദൈവത്തിന്റെ കൃപ വളരെയധികം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് പൊതുവെ സ്ത്രീകൾ അങ്ങനെ വേദിയിലൊന്നും പ്രത്യക്ഷപ്പെടാറില്ലല്ലോ. അപ്പൊ ആദ്യകാലം തൊട്ട് സെലസ്റ്റിയൽ സിംഗേഴ്സ്, പിന്നെ ഗോസ്പൽ ട്യൂണേഴ്സ്, അപ്പൊ ഇങ്ങനെ പല മ്യൂസിക് ബാൻഡുകളിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് മറ്റാരെങ്കിലും സ്ത്രീകൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു? എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സെലസ്റ്റിയൽ സിംഗേഴ്സിൽ സൗമിനി ഫിനിയ അറിയത്തില്ലേ? സൗമിനി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വേറെ 1-2 സൗകര്യം ജോളി, അങ്ങനെ ഞങ്ങൾ അത്രയും ഗേൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഗോസ്പൽ ട്യൂണേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അധികം ഇല്ല. പക്ഷേ ഞങ്ങൾ ഫീമെയിൽ വോയിസിനെ കൊണ്ടുപോകാറുണ്ട്. ചില ജിജി സാം, അവരെയൊക്കെ, വിനീത വർഗീസ്, ആ കുട്ടികളൊക്കെ കൂടെ കൊണ്ടുപോയി. അതുപോലെ പോകുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ താമസിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മോശം സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടായി? ചില സ്ഥലത്ത് ചിലപ്പോൾ നല്ല ട്രീറ്റ് കിട്ടും, നല്ല അക്കോമഡേഷൻ കിട്ടും. ചില സ്ഥലത്ത് അവരുടെ സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ മോശമായിരിക്കും. ഞാൻ ഓർക്കുന്ന ഒരു പ്രാവശ്യം ഞങ്ങൾ വണ്ടിക്കകത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട്. സ്ഥലമില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വണ്ടിക്കകത്ത് തന്നെ കിടന്നുറങ്ങി. അങ്ങനത്തെ സന്ദർഭമുണ്ട്. എന്നാൽ ചില സമയത്ത് നല്ല VIP ട്രീറ്റ് കിട്ടിയ സ്ഥലങ്ങളും ഉണ്ട്. നമ്മുടെ ആന്റി, നിങ്ങൾ ഫാമിലി ആയിട്ട് ഒത്തിരി വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ആദ്യമായിട്ട് പോകുന്ന സ്ഥലം ഏതായിരുന്നു? ആദ്യമായിട്ട് പോയത് ശ്രീലങ്ക. അവിടെ എങ്ങനെയായിരുന്നു? നമുക്ക് ആദ്യമായിട്ട് ഞങ്ങൾ പോയത് ഷിപ്പിലാണ് പോയത്. അന്ന് ഷിപ്പായിരുന്നു, അന്ന് ഫ്ലൈറ്റ് ഇല്ലായിരുന്നു. രാമേശ്വരത്ത് പോയി ഷിപ്പ് കയറി ശ്രീലങ്കയിൽ പോയി. അവിടെ 1 മാസം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ കൂടെ ഒരു 5-6 ടീമായിട്ടാണ് പോയത്. അവിടെ പോയി താമസിച്ചു. 1 മാസം പല സ്ഥലങ്ങളിൽ പ്രോഗ്രാം നടത്തിയിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ പോയത് സിംഗപ്പൂരാണ്. അപ്പൊ ഈ പോകുന്ന യാത്രകളിലൊക്കെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ആരായിരുന്നു മാനേജ് ചെയ്യുന്നത്? കുഞ്ഞുങ്ങൾ അന്ന് അമ്മച്ചി കൂടെ ഉണ്ടായിരുന്നല്ലോ, മദറിൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അതത്ര ഭാരമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അമ്മച്ചി പോയി കഴിഞ്ഞപ്പം പിന്നെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ആദ്യ കാലങ്ങൾക്ക് അമ്മച്ചി കൂടെ ഉണ്ടായിരുന്നുണ്ട്. പിള്ളേരെ എനിക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റി. അമ്മച്ചി നോക്കി കുട്ടികളെ. നിങ്ങൾ സഹോദരങ്ങൾ 4 പേരാന്നല്ലോ? അതെ, ഞങ്ങൾ 4 ഗേൾസ്. എൻ്റെ 2 ചേച്ചിമാരും പാസ്റ്റേഴ്സിന്, എൻ്റെ അനിയത്തി ഒരു പാസ്റ്റർ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ സംഗീതം. അപ്പം എല്ലാവരും പാസ്റ്റർമാരുടെ ഭാര്യമാർ. സംഗീത ശുശ്രൂഷ മറ്റു പരസ്യങ്ങൾ നടത്തുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ട്രാക്ട് കൊടുക്കുന്ന പോലെ തന്നെ അനുഗ്രഹ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ശുശ്രൂഷ എന്നുള്ള നിലയിൽ ആത്മീയാത്രയുമായിട്ട് ഒരുപാട് കാലം സഹകരിച്ചിട്ടുണ്ടല്ലോ. ആ അനുഭവങ്ങളൊന്നും പങ്കുവയ്ക്കാം? ആത്മീയാത്ര അന്ന് കേൾപ്പിച്ചാന്ന് ഞങ്ങൾ വിളിക്കാട്ടെ, ഇപ്പം അങ്ങനെയല്ലല്ലോ. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി ആത്മീയാത്രയുടെ മീറ്റിങ്ങിന് പോകും. ഭയങ്കര റെസ്പോൺസ് ആണെന്നൊക്കെ. ആൾക്കാർ ഭയങ്കര, ഞങ്ങൾക്ക് സ്റ്റേജിലേക്ക് കയറാൻ പോലും പറ്റത്തില്ല, അതുപോലെ ആൾക്കാർ തിങ്ങി നിൽക്കുന്നു. 4 മണിയാകുമ്പോൾ മുതൽ അങ്ങനത്തെ ബിഗ് ക്രൗഡഡ്. അങ്ങനെ ഇരിക്കുമ്പം തൃശ്ശൂരിൽ ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാനൊരു പാട്ട് പാടി. യേശുവില്ലാത്ത ജീവിത പടക് ഇരുമ്പും ആഴിയിൽ മുങ്ങും, കര തേടി അലയും നൗകയാ നിന്നെ തേടി വരുന്നവൻ പിൻപിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം ഒരു ഓട്ടോറിക്ഷയിൽ ഒരാൾ ആൾക്കാരെ കൊണ്ട് നിറക്കി അവിടെ. അപ്പം ഞാൻ ഈ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ തിരിച്ച് ആ ഓട്ടോറിക്ഷ പോകാതെ ആ ഓട്ടോ ഡ്രൈവർ അവിടെ തന്നെ നിന്നു. അയാൾക്ക് എന്തോ ഒരു അട്രാക്ഷൻ തോന്നി. എന്നിട്ട് അയാൾ അന്ന് ആ യോഗം തീർന്നവരെ മെസ്സേജും കേട്ടു. അന്ന് കർത്താവിന് ഹൃദയം കൊടുത്തിട്ടാണ് പോയത്. പക്ഷേ പിന്നീട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ അനുഭവം ഞാൻ കേൾക്കുന്നത് അച്ഛൻ്റെ മരണത്തിന് ശേഷമാണ്. ഇങ്ങനെ എക്സ്പീരിയൻസ് എനിക്ക് ഇങ്ങനെ നടന്ന് അറിയാൻ പറ്റിയത്. അദ്ദേഹം അന്ന് രക്ഷിക്കപ്പെട്ട് തിരിച്ചു കടന്നു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ഒരു വിധത്തിലും മുമ്പോട്ടിന് പോകാൻ പറ്റത്തില്ല, കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഡ്രൈവർ ആൾക്കാരെ അവിടെ ഇറക്കാൻ വന്നതാണ്, അന്വേഷണം വന്ന ആൾക്കാരെ. അന്ന് അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കടന്നുപോയി.
എന്നിട്ട് ഇന്ന് അദ്ദേഹം ഓട്ടോറിക്ഷ ഡ്രൈവറല്ല, ഇന്ന് അദ്ദേഹം ഒരു സുവിശേഷകനാണ്. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം പാസ്റ്റർമാരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അപ്പം ഈ ഒരു അനുഭവം ഞാൻ അറിഞ്ഞത് തന്നെ അച്ഛൻ്റെ മരണശേഷം ഞാൻ പിന്നെയും തൃശ്ശൂരിൽ പോയി. അന്നേരം സ്റ്റേജിൽ വന്ന് ഈ സാക്ഷ്യം പറയുമ്പോഴാണ് ഞാനത് അറിയുന്നത്, ഇങ്ങനെ സന്ദർഭം അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ പാട്ട് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ആകർഷിക്കുന്നതാണല്ലോ. ദൈവം സംസാരിക്കും. അതെ. അപ്പം അപ്പം കേൾപ്പിച്ചാൽ ഞങ്ങളും ഒരുപാട് ഒരുമിച്ച് യാത്ര ചെയ്തു. ആദ്യം ഞങ്ങൾ ഫസ്റ്റ് US ട്രിപ്പ് തന്നെ ഞങ്ങൾ 3 പേര് ഒരുമിച്ചാണ് പോയത്. അന്ന് ഞങ്ങൾക്ക് വിസ അങ്ങോട്ട് കിട്ടുന്നതേ ഇല്ല. എപ്പോൾ പോയാലും റിജക്റ്റ് ചെയ്ത് വിടും. ഞങ്ങൾ യങ് കപ്പിളല്ലേ, അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ചു വരത്തില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ റിജക്റ്റ് ചെയ്ത് വിടും. അപ്പോൾ ഞങ്ങൾ പിന്നെ US ഡ്രീമേ വേണ്ടെന്ന് വെച്ചിരിക്കുമ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് ടെലിഗ്രാം വന്നു, ഞങ്ങളെ ഇതെല്ലാം റിജക്റ്റ് ചെയ്തിരിക്കുക, ഗോ ആൻഡ് ഗെറ്റ് യുവർ വിസ, കളക്ട് യുവർ വിസ എന്ന് പറഞ്ഞ ഒരു ടെലിഗ്രാം. ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടിയില്ല. അപ്പം കേൾപ്പിച്ചാൻ്റെ അവിടെ ആ ടെലിഗ്രാം വന്നത് മഞ്ഞാടി ഓഫീസിൽ. കേൾപ്പിച്ചാൽ ഞങ്ങൾ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വേഗം പോയി നിങ്ങളുടെ വിസ കളക്ട് ചെയ്യാൻ. പഴയ റിജക്റ്റ് ചെയ്ത സ്പോൺസർ ലെറ്ററുമായിട്ട് പിന്നെ ഞങ്ങൾ ചെന്നൈ പോയപ്പോൾ ഒരു ക്വസ്റ്റ്യനും ഇല്ലാതെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് US വിസ 2 മാസം അടിച്ചു തന്നു. അതിന് കാരണമായത് കേൾപ്പിച്ചാനായിരുന്നു? അല്ല, അതിന് എൻ്റെ ഇൻസിഡൻറ്റ് വേറെയുണ്ട്. പക്ഷേ ആ ട്രിപ്പ് ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തു. അപ്പം അത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ സ്പോൺസർ ചെയ്ത ആൾക്കാർക്ക് ഭയങ്കര വിഷമം, ഇവരെ ഒന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിക്കാൻ ഒരു ഐഡിയ കിട്ടി, അവിടുത്തെ മന്ത്രി ലെവലുള്ള ഒരാളിനെ വിളിച്ച് സംസാരിച്ചാലോ എന്ന്. അങ്ങനെ ഒരാളിനെ വിളിച്ച് സംസാരിച്ചിട്ട് അവിടുന്ന് നേരിട്ട് പറഞ്ഞു ഇവർക്ക് 2 പേർക്കും പെട്ടെന്ന് വിസ കൊടുക്കാൻ. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആദ്യം US വിസ കിട്ടുന്നത്. ഗോസ്പൽ ട്യൂണേഴ്സിലെ സഹപ്രവർത്തകരെ കുറിച്ചും ഗായകരെ കുറിച്ചും ഒക്കെ ഉള്ള ഓർമ്മകളൊന്ന് പങ്കുവെക്കാം. ഗോസ്പൽ ട്യൂണേഴ്സിൽ കൂടി ഒത്തിരി പേര് ഇങ്ങനെ ഗോസ്പൽ ട്യൂണേഴ്സ് വഴി കയറി ഇറങ്ങിപ്പോയ അവരെല്ലാം പിന്നീട് കുറേ നാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ അവർ പുറത്ത് പോയി വേറെ അവരുടെ ടീം തുടങ്ങും. അങ്ങനെ ഒത്തിരി പേരുണ്ട്. പിന്നെ അവർ കർത്താവിൻ്റെ വേലയിൽ ഫേമസ് ആയി വന്നു. സാംസൺ കോട്ടൂരൊക്കെ നമ്മുടെ ടീമിൽ വന്നതാണ്. അപ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം എറണാകുളം ടൗൺ ഹാളിൽ ഇങ്ങനെ മീറ്റിംഗ് നടക്കുമ്പോൾ ഇങ്ങനെ ഗാനശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പം അന്ന് സാംസൺ കോട്ടൂർ അതുവഴി ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. അപ്പം പാട്ട് ഇങ്ങനെ കേട്ടപ്പം അന്ന് കയറി നോക്കട്ടെ ഇങ്ങനെ അകത്ത് കയറിയിരുന്നതാണ്. അങ്ങനെ അപ്പോൾ അച്ഛൻ്റെ സാക്ഷി ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് സാക്ഷ്യം പറഞ്ഞു. അത് മുഴുവനും ശ്രദ്ധിച്ചു. അപ്പം തീരുന്നത് വരെ അവിടെ ഇരുന്നിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അപ്പം സാംസൺ കോട്ടൂരിന് അച്ഛൻ്റെ സാക്ഷ്യം ഈ രോഗസൗഖ്യമൊക്കെ വന്നതൊക്കെ അത് വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസം പോലെ, അത്ര ഒരു ടെസ്റ്റ് മണിയാണല്ലോ. അങ്ങനെ വന്ന് പരിചയപ്പെട്ടു. ഞാനൊരു വയലിൻ വായിക്കും, അങ്ങനെയാണെങ്കിൽ നീ വീട്ടിലോട്ട് പോകാം, നമുക്ക് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ വീട്ടിലോട്ട് ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു. അപ്പം ആ സമയത്ത് അവർ കാത്തലിക് വിശ്വാസം നിൽക്കുക. അങ്ങനെ പറഞ്ഞ് അവസാനം റെക്കോർഡിങ്ങിന് വായിക്കാനൊക്കെ വീട്ടിൽ വന്നു. അങ്ങനെ ഇരുന്നപ്പം ഈവനിങ്സിൽ നമുക്ക് മീറ്റിങ്സ് കാണും എവിടെയെങ്കിലുമൊക്കെ. അപ്പം അന്നൊരു ദിവസം രാത്രി ഈവനിങ് മീറ്റിങ്ങിന് പോയപ്പോൾ നമുക്കിനി കൺവെൻഷന് പോയിട്ട് വരാൻ അച്ഛൻ്റെ നമ്മളെ കൂടെ കൊണ്ടുപോയി സാംസൺ കോട്ടൂരിന്. അപ്പം അന്ന് രാത്രി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് KC ജോണാന്ന് തോന്നുന്നു സംസാരിച്ചത്. അപ്പം സാംസൺ സത്യം മനസ്സിലായി, കർത്താവിനെ വിശുദ്ധമായി സ്വീകരിച്ചു. അങ്ങനെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നു. അതിനുശേഷം വീട്ടിൽ പോയപ്പം അവരുടെ ആരാധനയൊക്കെ വ്യത്യസ്തമാണല്ലോ, മെഴുകുതിരിയൊക്കെ. അപ്പം സാംസൺ പറഞ്ഞു ഞാൻ ഇതിനകത്ത് ഇത് ശരിയല്ല, ഞാൻ ഇതിനകത്ത് മാറി നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പം അവരുടെ വീട്ടിൽ പ്രശ്നമായി. അവർ ഭയങ്കര സ്ട്രോങ് കാത്തലിക്സ് അല്ലേ. അങ്ങനെ പ്രശ്നമായപ്പോൾ ഇനി വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥ വന്നു. അങ്ങനെ ഇരുന്നപ്പം സാംസന് എവിടെ പോകണമെന്ന് അറിയത്തില്ല. അപ്പം കയ്യിൽ 20 രൂപ മാത്രമേ ഉള്ളൂ. അതും കൊണ്ട് നേരെ തിരുവല്ലയ്ക്ക് വണ്ടി കയറി. എൻ്റെ സാംസൺ ഒരു ദിവസം വീട്ടിലോട്ട് ഇങ്ങനെ വന്ന് കയറും, അച്ഛൻ ഇങ്ങനെ മുറ്റത്തൊരു കസാര ഇട്ടിരിക്കുക. അപ്പം പെട്ടെന്ന് സാംസൺ വന്ന് കയറി. അപ്പം അച്ഛൻ പറഞ്ഞു നീ വരുമെന്നും ദൈവാത്മാവ് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയാണ് അപ്പച്ചൻ ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ, അതുകൊണ്ട് എനിക്ക് അവിടെ താമസിക്കാൻ പറ്റും. അപ്പം ശരി നീ നമ്മളെ കൂടെ നിൽക്കാം. അങ്ങനെ 1-2 വർഷം നമ്മളെ വീട്ടിലുണ്ടായിരുന്നു സാംസൺ, നമ്മളെ വരുമാനം പോലെ. അതിനുശേഷം അപ്പം നമ്മൾ ധാരാളം പ്രോഗ്രാമിലും റെക്കോർഡിങ് വയലിൽ വായിക്കാനും പാടാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾ സാംസൺ കഴിഞ്ഞു. ഇപ്പം പക്ഷേ സാംസൺ ഒരു പാസ്റ്ററിൻ്റെ
ഒരു ചർച്ചിൻ്റെ പാസ്റ്ററാണ്, മനസ്സിലായ ഒരു പാസ്റ്റർ. അതുപോലെ കഴിഞ്ഞ വർഷം നിത്യയിലേക്ക് ചേർക്കപ്പെട്ട പാസ്റ്റർ റെജി ജോൺ, എക്സോഡസ് ചേർച്ചിൻ്റെ രജി, നമ്മുടെ അതെ ഡ്രമ്മർ, നമ്മുടെ ഗോസ്പൽ ട്യൂൺസിൽ ഡ്രമ്മറായിട്ട് വന്നതാണ്. അതിനുശേഷം അവർ എനിക്ക് തന്നെ അതിശയമായിരുന്നു, ഇത്ര നല്ലൊരു സഭയുടെ ഒരു ലീഡറായിട്ട് മാറിയല്ലോ, റജി ജോൺ പാസ്റ്ററായിട്ട് മാറി. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു സാജനച്ഛനുണ്ട് മർത്തമ്മേൽ, ഒരു മഴയും തോര, ആ പാട്ട് എഴുതിയ അച്ഛനുണ്ടല്ലോ. അപ്പം ഈ സെമിനാരിയിലൊക്കെ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് അച്ഛൻ കുറച്ച് നാൾ, അന്ന് അച്ഛനല്ല നമ്മുടെ ടീമിലുണ്ടായിരുന്നു, സിംഗറായിരുന്നു. നന്നായിട്ട് പാടും, നല്ല വോയിസാ, ഭയങ്കര ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പാട്ടാണ് ഒരു മഴയും തോര. അതെ. അപ്പൊ അങ്ങനെ അച്ഛനാകുന്നതിന് മുമ്പേ നമ്മുടെ ടീമിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹം ഒരു മർത്തോമയിലെ ഒരു പുരോഹിതനായപ്പോൾ അതും ഒരു സന്തോഷം. അപ്പം ഗോസ്പൽ ട്യൂൺസിൽ പോയ പലരും ആ നിലയിൽ ദൈവം ഉപയോഗിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് അത് നല്ല സന്തോഷം തന്നെ. ഇതൊക്കെ വിശ്വാസത്തിൽ വരാനും ഗോസ്പൽ ട്യൂണേഴ്സ് ഒരു കാരണമായി. അതെ. ലേഡി സിംഗേഴ്സ് സാം കുഴിക്കാല, സാം കുഴിക്കാല കുറെ നാള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ജിജി സാം, അതുപോലെ വിനീത വർഗീസ്, അവരൊക്കെ ചെറിയ കുട്ടികൾ 9 വയസ്സ് 10 വയസ്സുള്ളപ്പോൾ നമ്മുടെ കൂടെ വന്നതാ. അപ്പം നമ്മളിവിടെ പ്രോഗ്രാമിനെ കൊണ്ടുപോകും, സ്വന്തം കുട്ടികളെ പോലെ കൊണ്ട് ചിലപ്പം പോകുന്ന സ്ഥലത്ത് അക്കോമഡേഷനൊക്കെ ഇതാകട്ടെ ഞങ്ങളുടെ കൂടെയൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ജിജിയൊക്കെ കൊച്ചു പിള്ളേരല്ല, 8 വയസ്സ് 10 വയസ്സ്. അതുപോലെ പ്രസീൻ, അതെൻ്റെ സിസ്റ്റർ മോളാണ് പ്രസീന്, അവളും നന്നായിട്ട് പാടും. അങ്ങനെ കുറേ പേര് ആര് വന്നാലും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വഭാവം വെച്ചാനുണ്ടായിരുന്നല്ലോ. അവരിൽ ഇപ്പൊ ഏറ്റവും പ്രശസ്തരായിട്ട് ഇപ്പോഴും സംഗീത ഫീൽഡിൽ തുടരുന്നവരാരിലും ഒക്കെ ഉണ്ടോ? ജിജി ഉണ്ട്, വിനീതയും നന്നായിട്ട് പാടും, അവള് നന്നായിട്ട് പാട്ട് എഴുതുന്നുണ്ട്. വിനീത അവള് ഹിന്ദിയിലൊക്കെ പാട്ട് എഴുതുന്നുണ്ട്. അവളിപ്പം കല്യാണം കഴിഞ്ഞ് ഇവിടെ കേരളത്തിൽ നിന്ന് പോയപ്പോൾ അതിനുശേഷം ഹിന്ദി ഒക്കെ നല്ല ഹിന്ദിയിൽ അവൾ കമ്പോസ് ചെയ്യുന്നുണ്ട്, പാടുന്നുണ്ടോ. നിർമ്മല പീറ്റർ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന അഭിമുഖത്തിന്റെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക.